ദിനുവേൽ ഇപ്പോൾ SC/ST കമ്മീഷന് മുന്നിൽ പരാതി വന്നിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു. ദിനു ആണല്ലോ പോലീസിൽ കംപ്ലൈന്റ് നൽകിയത്. അതിന്മേൽ എന്ത് നടപടിയായി? അദ്ദേഹം ഇന്നലത്തേതിനേക്കാൾ ഗുരുതരമായി അതിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് മുഴുവൻ അറിയാം. ഈ സിനിമ പിടിക്കാനൊരു മോഹം വന്ന് ഉടനെ അങ്ങ് സർക്കാരിനെ സമീപിക്കുന്നു. അപ്പോൾ സർക്കാർ 1.5 കോടി അങ്ങോട്ട് എടുത്തു കൊടുക്കുന്നു. അതാണ് ഈ SC/ST വിഭാഗത്തിനും സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു വലിയ നേട്ടം. 1.5 കോടി അങ്ങ് വെറുതെ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ വെച്ച് സിനിമ ചെയ്യാൻ അറിയില്ല. എന്നിട്ട് സിനിമ ചെയ്യാൻ അറിയാത്തവരെന്ത് ചെയ്യും? സിനിമ ചെയ്യാൻ അറിയുന്നവരുടെ സഹായം തേടും. അങ്ങനെ ഒരു മരിച്ചുപോയ ഒരു ഛായാഗ്രാഹകന്റെ പേരടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സഹായിക്കുന്നു. അങ്ങനെ ഞാനൊരു സംവിധായിക എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്നു. ഇതാണത്രേ ഈ കാലത്തെ വനിതാ സംവിധായകർ. ഏതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കൽ? അദ്ദേഹം ഈ ഫണ്ട് എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ച് പ്രാഥമികമായ പരിശോധന നടത്തിയെങ്കിൽ ഇങ്ങനൊരു പ്രസംഗം നടത്തുമായിരുന്നോ ദിനു? യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത്, കാസ്റ്റിസം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളെ മർഡർ ചെയ്യുന്നതോ ഏതെങ്കിലും വ്യക്തികളെ അതിക്രൂരമായി ബോണ്ടഡ് ലേബറിന് വിധേയമാക്കുന്നതോ മാത്രമല്ല. ജാതീയത എന്ന് പറയുന്നത് ഒരു മനോനിലയാണ്, അതൊരു മാനസിക നിലയാണ്. ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനനാൽ തന്നെ ഇൻഫീരിയർ ആണെന്നും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇൻഫീരിയർ ആണെന്നും അവർക്ക് മെറിറ്റ് ഇല്ല എന്നൊക്കെ തന്നെ ആദ്യമേ കരുതുന്ന ഒരു അവസ്ഥ, മാനസിക അവസ്ഥയെ കൂടിയാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത്. ഇവിടെ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് 1871 നിലവിലുണ്ടായിരുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരൊക്കെ കുറ്റവാളികളാണ് എന്നായിരുന്നു ആ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മളൊരു ജനാധിപത്യ ഇടത്ത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അത്തരമൊരു ഇടത്ത് കയറി വന്നുകൊണ്ടാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും ഒരു വിഭാഗത്തിനെതിരെ ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? SC/STക്ക് ഈ പടമെടുക്കാൻ 1.5 കോടി രൂപ കൊടുക്കുമ്പോൾ അത് അഴിമതി ഉണ്ടാക്കാനുള്ള വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. SC/ST വിഭാഗത്തിന് ചെലവാക്കുന്ന ഫണ്ടിങ്ങിനകത്ത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അഴിമതി നടത്തുക എന്നല്ലാതെ ആ ഫണ്ട് ഉപയോഗിക്കുന്ന ബെനിഫിഷ്യറീസ് ആയിട്ട ആളുകൾ, KSFDCയുടെ ഫണ്ട് ഉപയോഗിച്ച ആളുകൾ എന്തെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയതായി അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ? പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ മുൻവിധി വരുന്നത്? ഈ വിഭാഗത്തിന് ഫണ്ട് കൊടുത്താൽ അവർ അഴിമതി നടത്തുമെന്നുള്ള മുൻവിധി എന്ന് പറയുന്നതാണ് ആധുനിക കാലത്തെ ജാതീയമായ ബോധം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഫണ്ട് ഇങ്ങനെ കൊടുക്കുന്നു, അത് എടുത്തങ്ങ് കൊണ്ടുപോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, എന്നിട്ട് അവിടെയും നിർത്തുന്നില്ല. ആ വിഭാഗം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ കയ്യിലെ പൈസയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു കാര്യം പോളിസി ക്രിറ്റിസിസം ആണോ കാസ്റ്റ് സ്റ്റീരിയോടൈപ്പിംഗ് ആണോ എന്നുള്ളത് കൃത്യമായി ഭൗതികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്കീമിൻ്റെ ഡിസൈനെ കുറിച്ചോ ഒരു ഇൻഡിവിജ്വൽ റോങ് ഡൂയറെ കുറിച്ചിട്ടോ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പബ്ലിക് എക്സ്ചക്കറിന് ടാക്സ് പേയിങ് ആയിട്ടുള്ള ഈ പൈസയെക്കുറിച്ച് ബോധമില്ലാത്ത, അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏത് വിഭാഗങ്ങളാണ് ഇവിടെ നാൾക്ക് നാൾ അടിമപ്പണി ചെയ്ത് നാൾക്ക് നാൾ ആ ജനതയുടെ മുലക്കരമടക്കമുള്ള പൈസ എടുത്തുകൊണ്ട് ആ പൈസയ്ക്ക് ഒരു അധ്വാനവും എടുക്കാതെ ജീവിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ സമുദായത്തിൽപ്പെട്ട അവരുടെ പാരമ്പര്യമാണ് അത്തരം ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വ സമൂഹങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നിരന്തരം അധ്വാനത്തിൻ്റെ പുറത്ത് ഞങ്ങളെ കാർഷിക അടിമകളാക്കി നിർത്തിക്കൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻതലമുറകൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല. അത്തരം ചരിത്രത്തിൽ അടിമകളായി അധ്വാനിച്ച് നിരന്തരം കരം കൊടുത്ത മനുഷ്യരടങ്ങുന്ന ജനതയെയാണ്, അവരുടെ ഹോണസ്റ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് സംശയമുള്ളത്. അപ്പോൾ ഞങ്ങളെ വന്നുകൊണ്ട് ഈ നാട്ടിലെ പബ്ലിക് എക്സ്ചക്കർ എന്താണെന്നും പബ്ലിക് റിസോഴ്സസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നും ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചരിത്രപരമായി ഈ നാടിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളടങ്ങുന്ന മനുഷ്യർ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനകത്ത് പരിശീലനം 3 മാസം പരിശീലനം വേണമെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അദ്ദേഹം ആ പദ്ധതിയെക്കുറിച്ച് എന്ത് പഠനത്തിന് പുറത്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ശ്രീ മധുപാൽ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. 5 അംഗ സമിതി വെച്ച് 2 ഘട്ടങ്ങളായി
ഇന്റർവ്യൂകൾ നടത്തി മെന്റർഷിപ്പ് കൊടുത്ത് നീരജ് ഗൈവാനിയും അഞ്ചൽ രാജ്ബലിയും അടക്കമുള്ള ആളുകൾ പ്രശസ്തരായുള്ള സംവിധായകരുടെ നേതൃത്വത്തിൽ മെന്റർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ സംവിധായകരെ തിരഞ്ഞെടുക്കുന്നത്. 2022 മാത്രം 65 സംവിധായകരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, കേരളത്തിലെ SC/ST വിഭാഗത്തിന് തെങ്ങ് കയറ്റത്തിന് ചില പദ്ധതികളുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ വന്ന് പറയുമോ തെങ്ങ് കയറ്റ പദ്ധതിക്ക് 3 മാസത്തെ കഠിന പരിശീലനം SC/ST വിഭാഗത്തിലെ ആളുകൾക്ക് വേണമെന്ന് അദ്ദേഹം പറയുമോ? അദ്ദേഹം ഒരിക്കലും പറയില്ല. കാരണം ജന്മനാ ഇത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ കഴിവുണ്ടല്ലോ, തെങ്ങ് കയറാനും കുഴി കുഴിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ജന്മനാ കഴിവുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യം വരുമ്പോഴാണ് 3 മാസത്തെ തീവ്ര പരിശീലനം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അദ്ദേഹം അടക്കം ഒരുപാട് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും അദ്ദേഹത്തിന് തീവ്ര പരിശീലനത്തെക്കുറിച്ച് ആവശ്യമില്ല. മാർജിനലൈസ്ഡ് വ്യക്തികളാവുന്ന സമയത്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അദ്ദേഹം ഇന്ന് അവസാനമായി പറഞ്ഞിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ നോക്കൂ. കഴിഞ്ഞ 26 വർഷമായി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഹിന്ദിയിലെ ദോഹകൾ, പൊയ്കയിൽ അപ്പച്ചൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ പാട്ട് തൻ്റെതായ ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പുഷ്പവതി എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് കേരള സംഗീത നാടക അക്കാദമി പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡിയെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു പക്ഷേ എനിക്ക് അവരെ അറിയില്ല എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? വഴിയിലൂടെ പോകുന്ന സ്ത്രീ ആയിട്ടാണ് ഉപാധ്യക്ഷയാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്കെന്താണ് ഈ കോൺക്ലേവിൽ കാര്യമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ കാണുന്ന ആ പരിപാടിയുടെ ചിത്രത്തിൽ തന്നെ സിനിമാ മേഖലയുമായി ഒരു ബന്ധമില്ലാത്ത, സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന എഴുത്തുകാരടക്കം അവിടെയുണ്ട്. അവരൊന്നും വരുന്ന തെറ്റാണെന്നല്ല, എല്ലാവരും വരട്ടെ, ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. സിനിമയുമായി താല്പര്യമുള്ളവരായിരിക്കാം, സർക്കാരുമായി എടുത്ത വൃത്തങ്ങളാണ്, എഴുത്തുകാരാണ്, അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കടന്നുകൂടിയതാണോ എന്ന രൂപത്തിലാണ് ആ ചോദ്യം വരുന്നത്. ദിനു, ഞാൻ വരാം. പുഷ്പവതി ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. Debate with Smriti Parithikar.